ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ലോകത്തെ നടുക്കിയ പേജർ സ്ഫോടനങ്ങളിൽ മലയാളി ബന്ധം തള്ളി ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി. നോർവീജിയൻ പൌരനായ വയനാട് സ്വദേശി റിൻസൺ ജോസിന്റെ കമ്പനികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുവെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത റിൻസന്റെ കമ്പനി നിയമലംഘനം നടത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ റിൻസനെ ബന്ധപ്പെടാൻ കഴിയാത്തതും സംശയങ്ങൾ ഉയർത്തിയിരുന്നു. 10 വർഷം മുമ്പ് വയനാട് മാനന്തവാടിയിൽ നിന്ന് പഠനത്തിനായി പോയ റിൻസൺ ജോസ് വടക്കൻ യൂറോപ്പിലെ നോർവേയിൽ പൗരത്വം നേടി. നോർവേ തലസ്ഥാനം ഓസ്ലോയിലാണ് ജോലിയും താമസവും. എന്നാൽ തെക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിൽ റിൻസൺ ജോസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത 2 കമ്പനികളാണ് ആഗോളതലത്തിൽ സംശയനിഴലിലായത്. ലബനനിലെ പേജർ സ്ഫോടനങ്ങളിൽ യൂറോപ്യൻ ഏജൻസികളുടെ അന്വേഷണ വലയത്തിലാണ് നോർട്ട ഗ്ലോബൽ, നോട്ട ലിങ്ക് എന്നീ റിൻസന്റെ 2 കമ്പനികളെന്ന് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംശയങ്ങൾക്ക് തുടക്കം. പേജർ വാങ്ങാനുള്ള കരാറിൽ റിൻസന്റെ കമ്പനിയായ നോട്ട ഗ്ലോബൽ 15 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും വിവരങ്ങൾ പുറത്തുവന്നു. ഇസ്രയേൽ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ള ഹംഗേറിയൻ കമ്പനിയുമായാണ് റിൻസന്റെ കമ്പനിയുടെ ഇടപാടെന്ന റിപ്പോർട്ടുകളും ദുരൂഹതകളേറ്റി. ആഗോളതലത്തിൽ ഇത് വലിയ ചർച്ചയായതോടെയാണ് ബൾഗേറിയയുടെ വിശദീകരണം. നിയമലംഘനം നടന്നിട്ടില്ലെന്നും രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള പണമിടപാടാണ് നടന്നതെന്നും ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി വ്യക്തമാക്കിയതോടെ ആ ദുരൂഹതകൾക്ക് താൽക്കാലിക വിരാമം. സ്ഫോടനം നടന്ന ദിവസം മുതൽ റിൻസണെ ബന്ധപ്പെടാൻ മാനന്തവാടിയിലെ ബന്ധുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. 10 വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയൂ. 2-3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പോലെ സംസാരിച്ചു. റിൻസന്റെ സ്ഥാപനങ്ങളെക്കുറിച്ച് നോർവേയിലെ സുഹൃത്തുക്കൾക്കും വ്യക്തതയില്ല. ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. നമ്മൾ അറിയാവുന്ന റിൻസൺ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് പെടുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കമ്പനി റിൻസൺ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതല്ലാണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വലിയ പരിചയമില്ല. റിൻസൺ ആസ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയല്ലോ, ഞങ്ങൾ ഇവിടെ വളരെ കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. ഞങ്ങൾ പരിചയക്കാരാണ്. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഓസ്ലോയിലെ അയൽക്കാർക്കും റിൻസണെ അടുത്തു പരിചയമില്ല. സ്ഫോടനങ്ങൾക്കു പിന്നാലെ നോട്ട ഗ്ലോബൽ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അപ്രത്യക്ഷമായി. നോർവേയിലെ DN മീഡിയ എന്ന സ്ഥാപനത്തിലാണ് റിൻസൺ നിലവിൽ ജോലി ചെയ്യുന്നത്. റിൻസൺ അമേരിക്കയിലേക്ക് പോയെന്നാണ് സ്ഥാപനത്തിന്റെ CEO റോയിട്ടർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ റിൻസന്റെ വീട്ടിലെത്തി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. സൗദിയിലെ അഭയയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾക്ക് ദാരുണാന്ത്യം. മലപ്പുറം അരീക്കോട് സ്വദേശി NV സുഹൈലിന്റെ ഭാര്യ സഫയും മകനുമാണ് മരിച്ചത്. സുഹൈലിനെ പരിക്കുകളോടെ അഭയ്ക്ക് മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കൂടെയുണ്ടായിരുന്നവർക്കും പരുക്കേറ്റിട്ടുണ്ട്. റിയാദ് ദമാം ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ടുമറിയുകയായിരുന്നു. സുഹൈൽ മദീനയിലെ കോടതിയിൽ പരിഭാഷകനായി ജോലി ചെയ്തു വരികയായിരുന്നു. ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായാണ് ഇവർ ദമാമിലേക്ക് യാത്ര തിരിച്ചത്. കാനഡയിലെ മലയാളികളുടെ കൂട്ടായ്മയായ എൻഡ് കാനഡയും ആഹാ റേഡിയോയും ചേർന്ന് ഓണച്ചന്ത സംഘടിപ്പിച്ചു. വോണിലെ വുഡ് ബ്രിഡ്ജ് ഫെയർ ഗ്രൗണ്ടാണ് ആഘോഷങ്ങൾക്ക് വേദിയായത്. മീനു ചേരാടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കനേഡിയൻ മലയാളികൾക്ക് ആവേശം പകരുന്ന ഓണവിരുന്നൊരുക്കിയാണ് ഇക്കുറിയും ഓണച്ചന്തയ്ക്ക് പരിസമാപ്തിയായത്. മലയാളികൾ ഒത്തൊരുമിച്ച വേദിയിൽ സംഗീത വിരുന്നുമായി റാപ്പ് സിംഗർ വേടനെത്തിയപ്പോൾ കാർണിവൽ വേദിയിൽ ആവേശത്തിരിയിളകി. കലാ സാംസ്കാരിക പരിപാടികളും ഓണസദ്യയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ 4ാം സീസണിലും ഒരുക്കിയിരുന്നത്. എനർജി ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ മിനിസ്റ്റർ സ്റ്റീഫൻ ലേച്ചെ, കിങ് വോൺ MP അന്ന റോബർട്ട്, ബ്രാംപ്ടൺ MP റൂബി സഹോട്ട എന്നിവരായിരുന്നു മുഖ്യാതിഥികൾ. പ്രവേശനവും പാർക്കിങ്ങും തികച്ചും സൗജന്യമായിരുന്നു എന്നതിന് പുറമെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, റൈഡുകൾ, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയും കാഴ്ചയുടെ നവ്യാനുഭവം ഒരുക്കി. 24 USA. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഘോഷയാത്രാ മത്സരം ശ്രദ്ധേയമായി.
ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷമായ ശ്രാവണം 2024 ഭാഗമായി നടന്ന ഘോഷയാത്രാ മത്സരം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. നിശ്ചല ദൃശ്യ ഫ്ലോട്ടുകൾ, പ്രച്ഛന്ന വേഷങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, വാദ്യമേളങ്ങൾ, ഡിസ്പ്ലേകൾ തുടങ്ങിയ അനവധി ആകർഷണങ്ങൾ നിറഞ്ഞതായിരുന്നു പങ്കെടുത്ത ഓരോ ടീമുകളുടെയും അവതരണങ്ങൾ. വയനാട് ദുരന്തം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം, സ്ത്രീ ശാക്തീകരണം, മതമൈത്രി തുടങ്ങിയ വിവിധ ആശയങ്ങൾ ഫ്ലോട്ടിലും മറ്റുമായി അവതരിക്കപ്പെട്ടു. സമാജം ഉപവിഭാഗങ്ങളായ സാഹിത്യ വിഭാഗം, എന്റർടൈൻമെന്റ് വിഭാഗം, മെമ്പർഷിപ്പ് ഫിലിം ക്ലബ്, ബാഡ്മിന്റൺ, ലൈബ്രറി എന്നീ ടീമുകൾ സമാജത്തിൽ നിന്നും പങ്കെടുത്തപ്പോൾ ശ്രേഷ്ഠ ബഹ്റൈൻ, അവർ ക്ലിക്സ്, വോയിസ് ഓഫ് ആലപ്പി, വോയിസ് ഓഫ് ട്രിവാൻഡ്രം എന്നീ ടീമുകൾ സമാജത്തിന് പുറത്തുനിന്നുമുള്ള സംഘടനകളായി പങ്കെടുത്തു. സമാജം ഉപവിഭാഗത്തിൽ മികച്ച ഫ്ലോട്ട് ബാഡ്മിന്റൺ വിഭാഗവും ഇതര സംഘടനകളിൽ അവർ ക്ലിക്സും കരസ്ഥമാക്കി. കാണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിരുന്നൊരുക്കിയ ഘോഷയാത്ര ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. 24 ബഹ്റൈൻ. കൊയിലാണ്ടി നിവാസികളുടെ ആഗോള കൂട്ടായ്മയായ കൊയിലാണ്ടിക്കൂട്ടം റിയാദ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എക്സിറ്റ് 18 ഇസ്തിറാഹയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിലെ കൊയിലാണ്ടി നിവാസികളുടെ കൂട്ടായ്മയായ കൊയിലാണ്ടിക്കൂട്ടം റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ എംബസി കൗൺസിലർ വിഭാഗം അറ്റാഷെ ജസ്വന്ത് സിംഗ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. It's nice to be here actually and to see that the people from Kerala and that Malayali culture. I just don't know how to express, and the food was also very nice. I don't know what that was, but I really enjoyed that food and the taste was so delicious that I have never tasted such a nice. സംഘടനയുടെ ചെയർമാൻ റാഫി കൊയിലാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സൗദിയുടെ 94ാമത് ദേശീയ ദിനവും പരിപാടിയുടെ ഭാഗമായി ആഘോഷിച്ചു. നമ്മളിപ്പോഴുള്ളത് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി റിയാദ് ചാപ്റ്റർ നടത്തുന്ന ഓണാഘോഷ വേളയിലാണ്. കൊയിലാണ്ടിക്കൂട്ടത്തെ സംബന്ധിച്ച് ഒരു ചാരിറ്റി സംഘടനയാണെങ്കിലും നമ്മളിന്ന് യുവാഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താറില്ല. അതുപോലെ തന്നെ 94ാമത് സൗദി നാഷണൽ ഡേ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ചെണ്ടമേളം ഉൾപ്പെടെ വൈവിധ്യമായ നിരവധി കലാരൂപങ്ങളും പരിപാടിയിൽ അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് റാഷിദ് ദയ, സെക്രട്ടറി നിബിൻ ഇന്ദ്രനീലം, മുഖ്യരക്ഷാധികാരി പുഷ്പരാജ്, ട്രഷറർ മുബാർക്ക് അലി, നൌഫൽ, ഗിരീഷ് കുമാർ, നൌഷാദ്, ഷൗക്കത്ത്, ആഷിഫ്, റസാഖ്, സഫറുള്ള, ഇസ്ഹാഖ്, പ്രഷീദ്, മുഹമ്മദ് ഷഹീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. കേരള ക്രിക്കറ്റ് ലീഗ് USA ചരിത്രത്തിൽ മികച്ച വിജയം നേടി FCC ഫിലാഡൽഫിയ. ന്യൂയോർക്കിലെ റോക്ക്ലൻഡ് യുണൈറ്റഡ് ക്ലബ്ബും ഫിലാഡൽഫിയ FCയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. ന്യൂയോർക്കിൽ നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് USA 9ാമത് ഫൈനൽ മത്സരത്തിന്റെ ഓരോ നിമിഷവും ആവേശജനകമായിരുന്നു. ടോസ് നേടിയ റോക്ക്ലാൻഡ് യുണൈറ്റഡ് FCCയെ ബാറ്റിംഗിനയച്ചു. ആദ്യ ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടു. 24 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ FCCയിലെ ജിജോ കുഞ്ഞുമോൻ മികച്ച ബാറ്റിംഗ് മികവിലൂടെ ടീമിനെ പടുകൂറ്റൻ സ്കോറിലെത്തിച്ചു. 195 റൺസിനെതിരെ 143 റൺസ് എടുത്തപ്പോഴേക്കും റോക്ക്ലാൻഡിന്റെ വിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് USA ചരിത്രത്തിൽ ആദ്യമായാണ് 3 വർഷം തുടർച്ചയായി കപ്പ് നേടുന്ന ടീമായി ഫിലാഡൽഫിയ ഫ്രണ്ട്സ് ക്ലബ് മാറുന്നത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് ലീഗാണ് KCL USA. 2024 ഏപ്രിലിൽ ആരംഭിക്കുന്ന ഈ ലീഗിൽ 11 ടീമുകളാണ് മത്സരിച്ചത്. 6 മാസം നീണ്ടുനിൽക്കുന്ന ക്രിക്കറ്റ് മാമാങ്കത്തിൽ ന്യൂയോർക്ക്, ഫിലഡൽഫിയ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ നിന്നുള്ള 200-ലധികം വരുന്ന ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്തു. 24 USA. കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂർ മീലിയാട്ട് സ്വദേശി രാജൻ മാണിക്യമാണ് മരിച്ചത്. അബ്ബാസിയയിൽ ടൈലറിംഗ് ജോലിയായിരുന്നു. 4 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. തുടർന്ന് ഭാര്യ ഷീബ നടത്തിയ അന്വേഷണത്തിലാണ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം തിരിച്ചറിഞ്ഞത്. കുവൈറ്റിലെ പ്രതിഭ ഫിലിം ക്രിയേഷൻസിന്റെ ഓണമാണ് ഓർമ്മ വേണം സിനിമ അഹമ്മദി DPS ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചു. സിനിമ ആസ്വാദകർ ഒരുമിച്ച് കൂടിയതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ സാബു സൂര്യ പറഞ്ഞു. ചിത്രം OTTയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് പദ്ധതിയെന്ന് നിർമ്മാതാവ് രേഷ്മ ശരത് പറഞ്ഞു.
കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ NCPയിൽ ധാരണ. പ്രഖ്യാപനം പിന്നീട് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ നടത്തും. മുന്നണിയിൽ നിന്ന് സഹകരണമില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കണമെന്ന് PC ചാക്കോ പവാറിനോട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. മന്ത്രിമാറ്റം ചർച്ചയായില്ലെന്നും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണെന്നും മന്ത്രി കെ ശശീന്ദ്രൻ 24നോട് പ്രതികരിച്ചു. അതേസമയം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുവെന്ന് തോമസ് കെ തോമസ് പ്രതികരിച്ചു. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ 2 മണിക്കൂർ നേരമാണ് കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും PC ചാക്കോയെയും ശരത് പവാർ കേട്ടത്. മന്ത്രിമാറ്റം എന്ന നിലപാടിൽ PC ചാക്കോയും തോമസ് കെ തോമസും ഉറച്ചുനിന്നു. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ ശശീന്ദ്രന്റെ പ്രതിരോധം. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ മുന്നണിക്കുള്ളിൽ പിന്തുണയില്ലെന്ന വാദവുമുയർത്തി. സഹകരണമില്ലെങ്കിൽ മുന്നണിയിൽ തുടരുന്ന കാര്യത്തിലടക്കം കടുത്ത തീരുമാനമെടുക്കുമെന്ന് PC ചാക്കോ സ്വരം കടുപ്പിച്ചു. ഇരുപക്ഷത്തെയും കേട്ട് തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് शरद पवार. So no controversy in Kerala. हमने इधर आया पवार साहब को केरला का सिचुएशन ब्रीफ करने के लिए आया. हमने लेफ्ट फ्रंट गवर्नमेंट के फंक्शनिंग के बारे में, हमारा पार्टिसिपेशन वो गवर्नमेंट में उसके बारे में हमने ब्रीफ किया. So जो निर्णय लेना वो लेंगे. മന്ത്രിമാറ്റം ചർച്ചയായില്ലെന്നും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണെന്നും മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷനെടുക്കും. തീരുമാനം വരും വരെ ആരും മാറുന്നില്ലെന്നും ആരും ചേരുന്നില്ലെന്നും കെ ശശീന്ദ്രൻ 24നോട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം ആലോചിച്ചിട്ട് അദ്ദേഹം ഒരു ഉത്തരം പറയും. അതുവരെ ഇപ്പൊ ആരും മാറുന്നില്ല, ആരും ചേരുന്നുമില്ല. പുറത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവന അനുസരിച്ചാണ്. ഇപ്പൊ ഞങ്ങൾ മൂന്നാളും പലതരത്തിലുള്ള പത്രക്കാർ വിളിച്ചു നോക്കിയപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. എല്ലാ കാര്യങ്ങളും ചർച്ചയായെന്ന് പറഞ്ഞ തോമസ് കെ തോമസ് ഉചിതമായ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എടുക്കുമെന്ന് വ്യക്തമാക്കി. ഒരു തീരുമാനമായിട്ടില്ല. പവാർജിയെ കണ്ടു. ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഞാനും കെ ശശീന്ദ്രൻ മന്ത്രിയും PC ചാക്കോ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ടായിരുന്നു. പവാർജിയോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ഉചിതമായ ഒരു തീരുമാനം എടുക്കും. മന്ത്രിമാറ്റത്തിന് അനുകൂലമെങ്കിലും അത് പാർട്ടിക്കുണ്ടാക്കുന്ന ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് പവാർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പിന്തുണ ഉറപ്പായാൽ അതിവേഗ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂരിലും എംപോക്സ് സംശയം. UAEയിൽ നിന്നെത്തിയ 32കാരിക്കാണ് എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംപോക്സ് വ്യാപനം ശേഷി കുറഞ്ഞ 2B വകഭേദമെന്ന് പരിശോധനയിൽ വ്യക്തമായി. അതേസമയം നിപ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം വീണ്ടും സംസ്ഥാനത്തെത്തും. അബുദാബിയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. 32കാരിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചു. അതേസമയം മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ച എംപോക്സ് വ്യാപനശേഷി കുറഞ്ഞ 2B വകഭേദമാണെന്ന് തിരുവനന്തപുരത്തെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. വലിയ വ്യാപനശേഷി ഇല്ലാത്ത വെസ്റ്റ് ആഫ്രിക്കൻ ക്ലൈഡ്, അതായത് ഞാൻ പറഞ്ഞ 2B വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് വ്യാപനം അല്പം കുറവാണെന്നുള്ളത് നമുക്കിപ്പോ താൽക്കാലികമായിട്ട് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2B വകഭേദമായതിനാൽ വായുവിലൂടെ വൈറസ് വ്യാപിക്കില്ല. രോഗിയുമായി അടുത്ത സമ്പർക്കമുള്ളവർക്കേ രോഗം പകരാൻ ഇടയുള്ളൂ. രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം വീണ്ടും എത്തും. രോഗവാഹകരെന്ന് കരുതുന്ന പഴംതീനി വവ്വാലുകളെ സംഘം നിരീക്ഷിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൺ ഹെൽത്ത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും പഠനം. നിപ്പ രോഗലക്ഷണം പ്രകടിപ്പിച്ച 37 സാമ്പിളുകളും നെഗറ്റീവാണ്. 24 മലപ്പുറം, കണ്ണൂർ. ഇടുക്കി ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2ാമത്തെ കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. ഉപ്പുതറ സ്വദേശി അസ്വരേഷ് ആണ് മരിച്ചത്. ബന്ധുവായ അതുലിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും വിയോഗം ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് ഇരട്ടയാർ ഡാമിന്റെ ടണൽ മുഖത്തുനിന്ന് അസ്വരേഷിന്റെ മൃതദേഹം കണ്ടെടുത്തത്. തുരങ്കത്തിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഇരുമ്പ് ഗ്രില്ലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു. കട്ടപ്പനയിൽ നിന്നുള്ള ഫയർഫോഴ്സും തൊടുപുഴയിൽ നിന്നുള്ള സ്ക്യൂബ ടീമും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ഓണാവധി ആഘോഷിക്കാൻ മുത്തച്ഛന്റെ വീട്ടിലെത്തിയ അസ്വരേഷും അതുലും ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ടത്. ബന്ധുക്കളായ 4 കുട്ടികൾ ചേർന്ന് കളിക്കുന്നതിനിടെ ജലാശയത്തിൽ വീണ പന്തെടുക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. അസ്വരേഷിന്റെ മൃതദേഹം കണ്ടെത്താൻ ഇന്ന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇരുവരുടെയും മൃതദേഹം ഒരുമിച്ചാകും സംസ്കരിക്കുക. 24 ഇടുക്കി. നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി 7.5 വർഷത്തിനു ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കേസിൽ ജാമ്യം അനുവദിച്ചതോടെയാണ് പൾസർ സുനി വൈകിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഉപാധികളോടെയാണ് കോടതി പ്രതിക്ക് ജാമ്യം നൽകിയത്.
രാവിലെ 10:30 കനത്ത സുരക്ഷയിൽ പൾസർ സുനിയുമായി പോലീസ് വിചാരണ കോടതിയിലേക്ക്. പിന്നാലെ കേസെടുത്ത കോടതി മുൻപാകെ സുനിക്ക് കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ചുമത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം അംഗീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. തുടർന്ന് എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടുപോകരുത്, പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങി 10 ഉപാധികളോടെ സുനിക്ക് കോടതി ജാമ്യം നൽകി. കോടതി നടപടിയും തുടർന്നുള്ള ജയിലിലെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 4 മണിയോടെ കനത്ത സുരക്ഷയിൽ പൾസർ സുനി ജയിലിന് പുറത്തേക്ക്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിചാരണ കോടതി കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലും ഇന്ന് ജാമ്യം ലഭിച്ചതോടെയാണ് സുനിയുടെ മോചനം സാധ്യമായത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.